The new Hyundai Creta, undisputed ultimate. Hyundai Creta, 2024 Creta, test drive ചെയ്തു. ആക്ച്വലി ട്രെയിനറൊക്കെ ഉള്ളൊരു ട്രയൽ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ അതിൽ ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്മിഷനുള്ള വണ്ടിയാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പോൾ 2024 വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള പാലിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു വാഹനത്തിൻ്റെ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അൺഡിസ്പ്യൂട്ടഡ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ക്രെറ്റയെക്കുറിച്ച് ഹ്യുണ്ടായി അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോമ്പാക്ട് SUV എന്നുള്ളതാണ്, അതായത് സെയിൽസ് റെക്കോർഡ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കിങ് ഹാനിന് അവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ എഞ്ചിൻ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. 1.5 ടർബോ പെട്രോൾ എഞ്ചിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്, മാനുവൽ, ഓട്ടോമാറ്റിക് ഉണ്ട്. ഒരു ഇൻ്റലിജൻറ്റ് ട്രാൻസ്മിഷനിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഈ പാഡിൽ ഷിഫ്റ്റേഴ്സിൽ ആ ആക്ച്വൽ ഇത് ശരിക്കും ഒരു വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ബെൽറ്റ് ട്രാൻസ്മിഷനാണ്. പക്ഷേ അതിൽ തന്നെ കറക്റ്റ് ട്രാൻസ്മിഷൻ നമുക്ക് ഡിസൈഡ് ട്രാൻസ്മിഷൻ നല്ല ഡ്രൈവ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു ഫൺ ടു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം അത് ശരിക്കും റിയൽ ഫണ്ണാണ്. ശരിക്കുമുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന തരത്തിലുള്ള ഒരു കംഫർട്ട് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു ചെറിയൊരു ലാഗ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല ഫുൾ ത്രോട്ടിൽ ചെയ്ത് അങ്ങനെ ഓടിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ഇന്ത്യയിൽ നമ്പർ 1 ആണെങ്കിലും ഈ വാഹനം മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഇതിനൊരു നല്ല കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, റെനോയുടെ ഡസ്റ്റർ. പക്ഷേ ഡസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൂടെ ഫെയിലായി പോയതൊന്നും അല്ല. അവർ സ്വാഭാവികമായിട്ടും അവരുടെ അപ്ഡേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റൊക്കെ വരുന്ന സമയത്ത് വലിയൊരു ഡിഫറൻസ് ഒന്നും അവർ വരുത്തിയില്ല. അവർക്ക് ആ ഒരു വണ്ടിയുടെ എൻജിനിലുള്ള കോൺഫിഡൻസും ഓവറോൾ മെയിൻ്റനൻസിലുള്ള കോൺഫിഡൻസും ഒക്കെ വെച്ച് ആ ഒരു വാഹനത്തിന് കൂടുതലൊന്നും അപ്ഗ്രേഡ് ചെയ്യാതെ അവരങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ സൗത്ത് കൊറിയൻ കാസിനെ സംബന്ധിച്ചിടത്തോളം ടെക് ലോഡഡ് ആണ്. അതിപ്പോഴും ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അവർ ന്യൂ ലെവലിലാണ്, ഒരു ന്യൂ ലീഗ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ രീതിയിലാണ് കംപ്ലീറ്റ് അതിൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം. എസ്പെഷ്യലി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബോസിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അവരുടെ ടെക്നോളജി വൈസ്. സൗത്ത് കൊറിയൻസിൻ്റെ ആ ഒരു സുപ്രീമസി, അല്ലെങ്കിൽ അവരുടെ ഒരു മൊണോപ്പൊളി, അത് അവരുടെ വാഹനങ്ങളിലും നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം, ഡസ്റ്ററിന് ഇതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതിരുന്നതല്ല, മറിച്ച് അവർ അതിനെ വളരെ ലേസി ആയിട്ട് കണ്ട് ഇപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ബിഗ്സ്റ്റർ എന്ന് പറഞ്ഞൊരു ഡസ്റ്ററിൻ്റെ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഇന്ത്യയിലും വരുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഈ വാഹനങ്ങൾക്കൊക്കെ ഒരു നല്ല കോമ്പീറ്റർ ആവും. അപ്പോൾ റെനോയും നിസാനും ഒക്കെ ആ കാര്യത്തിൽ ഒത്തിരി ഒന്ന് ഉഴപ്പിയത് കൊണ്ടാണ് നമ്പർ 1 മാർക്കറ്റ് ഹ്യുണ്ടായി പിടിച്ചടക്കിയത്.